നമസ്കാരം. ഇന്റീരിയർ ഡിസൈനിങ് വ്യവസായം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ ജോലി സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് പുതുതലമുറ ഇന്റീരിയർ ഡിസൈനിങ് മേഖലയിലേക്ക് മുമ്പത്തേക്കാൾ വേഗത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. കാരണം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്റീരിയർ ഡിസൈനിങ് സമ്പന്നർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ സകല ആളുകൾക്കും താങ്ങാവുന്ന മനോഹരമായ രീതിയിൽ അവരുടെ സ്വപ്ന ഭവനം ഇന്റീരിയർ ചെയ്യുവാൻ പറ്റുന്ന രീതിയിലേക്ക് ഇന്റീരിയർ ഡിസൈനിങ് മേഖല മാറിയിരിക്കുകയാണ്. അത് ആഡംബരമല്ല, ആവശ്യമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ കോവിഡ് മഹാമാരി കാലഘട്ടത്ത് ഇന്റീരിയർ ഡിസൈനർമാർക്കും ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ധാരാളം ആളുകൾക്കും ഗുണകരമാവുന്ന ചില ടിപ്പുകളാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇന്റീരിയർ ഡിസൈനിങ്, കെട്ടിട നിർമ്മാണം എന്നീ മേഖലകളെക്കുറിച്ചും അതിനോടനുബന്ധിച്ചുള്ള ധാരാളം മേഖലകളെക്കുറിച്ചും മെറ്റീരിയൽസിനെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഒരു ചാനലാണിത്. മുദ്ര ഇൻറ്റീരിയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. ഇന്റീരിയർ ഡിസൈനിങ്ങിന് സാധ്യതകൾ കൂടുന്തോറും വെല്ലുവിളികളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് 2016 നവംബർ 8 നോട്ട് നിരോധനം മുതൽ മറ്റ് നിർമ്മാണ മേഖലകൾക്ക് സംഭവിച്ച പോലെ തന്നെ ഇന്റീരിയർ മേഖലയ്ക്കും തകർച്ച തുടങ്ങി. ഇത് ലക്ഷറി വിഭാഗത്തിൽ പെടുന്നതാകിയാൽ ആളുകൾ ചിലവിൽ മിതത്വം പാലിച്ചത് ഇന്റീരിയറിനെ തളർത്തിക്കളഞ്ഞു. അതോടൊപ്പം മഹാമാരികളും പ്രകൃതി ദുരന്തങ്ങളും കൂട്ടത്തോടെ നമ്മളെ ആക്രമിച്ചപ്പോഴും ആളുകൾ ഇന്റീരിയർ പിന്നെ ചെയ്യാം, അല്ലെങ്കിൽ അത്യാവശ്യത്തിനുള്ളത് മാത്രം ചെയ്യാം എന്ന് വെച്ച് ഇന്റീരിയർ മേഖലയെ സെക്കൻഡറിയാക്കി മാറ്റി നിർത്തി. അത് ആ മേഖലയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തുകയാണ് ചെയ്തത്. ഇത് ഇൻറ്റീരിയർ പ്രൊഫഷനായി എടുത്ത ആളുകൾക്കും കോൺട്രാക്ടർമാരുടെയും കമ്പനികളുടെയും നിലനിൽപ്പിനെ ബാധിച്ചു. പിടിച്ചു നിൽക്കുവാനാവാതെ തകർന്നുപോയവരുണ്ട്, എങ്ങനെയൊക്കെയോ പിടിച്ചു നിൽക്കുന്നവരുണ്ട്. എന്നാൽ ഈ സമയത്തും വിജയിച്ച് മുന്നോട്ട് പോകുന്നവരുമുണ്ട്. പരാജയപ്പെട്ടവരിൽ അധികവും അവർ ചെയ്തു വന്നിരുന്ന അതേ രീതിയിൽ നിന്ന് സാഹചര്യമനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയില്ല എന്നതാണ് അവരുടെ പരാജയ കാരണം. എന്നാൽ വിജയിച്ചവരാവട്ടെ ലോകത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച്, അതായത് അതാത് കാലഘട്ടത്തിൻ്റെ സാധ്യതകളും അവസരങ്ങളും അനുസരിച്ച് ആളുകളുടെ അടുത്തുള്ള പണം കൊണ്ട് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്ത് വളരെ മനോഹരമായിട്ട് അതെങ്ങനെ ചെയ്തു കൊടുക്കാമെന്ന് അവർ മനസ്സിലാക്കി അത് ചെയ്യുകയാണ് ചെയ്തത്. അതിനൊക്കെ മെറ്റീരിയൽസും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുകൊണ്ടാണ് അവർ അതിനകത്ത് വിജയിച്ചത്. അതായത് അവരുടെ ബിസിനസ് മോഡലിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് അതിനകത്ത് വിജയിച്ചത്. എന്നിരുന്നാലും ഇൻറ്റീരിയർ ബിസിനസ് പല വെല്ലുവിളികളുടെയും സമാഹാരമാണ് എന്ന് പറയാം. ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് നേരിടുന്ന, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ നേരിടുന്ന പ്രധാനപ്പെട്ട 10 വെല്ലുവിളികളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. 1. സെല്ലിംഗ് ഐഡിയാസ്. ഇൻറ്റീരിയർ ഡിസൈനിങ് എന്ന് പറയുന്നത് ഐഡിയകളുടെ ഒരു ആകത്തുകയാണ്, അല്ലെങ്കിൽ ഒരു കൂമ്പാരമാണ്. ഡിസൈനർമാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അവരുടെ വലിയ വലിയ ആശയങ്ങൾ ഉടമയെ ബോധ്യപ്പെടുത്തി അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നൽകുന്ന പല ആശയങ്ങളും മിക്കപ്പോഴും ഉടമയ്ക്ക് പിടികിട്ടണമെന്നില്ല. ആശയങ്ങൾ പലപ്പോഴും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ദൃശ്യവൽക്കരിക്കുവാൻ ഇൻറ്റീരിയർ ഡിസൈനർക്കും സാധിക്കുന്നില്ല. അതും ഒരു വലിയ വെല്ലുവിളിയാണ്. രണ്ടാമത്തെ വെല്ലുവിളി ഉടമയുടെ പ്രതീക്ഷകളെ നിലനിർത്തിക്കൊണ്ടു പോവുക എന്നുള്ളതാണ്. സ്വന്തം പ്രോജക്റ്റിനെ കുറിച്ച് ഉടമയ്ക്ക് ഉയർന്ന പ്രതീക്ഷകൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു ക്ലയൻറ്റുമായി പ്രവർത്തിക്കുമ്പോൾ അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരണം. അത് ബജറ്റിനുള്ളിൽ നിർദ്ദിഷ്ട സമയത്ത് തന്നെ തീർക്കുവാൻ കഴിയണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിജയകാരണം. 3. ടൈം മാനേജ്മെൻറ്റ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ടൈം മാനേജ്മെൻറ്റ്. ഇൻറ്റീരിയർ ഡിസൈനർമാർ തിരക്കുള്ള ആളുകളാണ്. അതിനാൽ സമയം ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുന്നത് ജോലിയുടെ ഒരു പ്രധാന വശമാണ്. മിക്ക സ്ഥാപനങ്ങളിലും ഷെഡ്യൂളിംഗ് എല്ലായ്പ്പോഴും വെല്ലുവിളിയാണ്. പ്രോജക്റ്റുകളുടെ ആവശ്യകത അനുസരിച്ച് അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് അതിന് സ്ഥാനം കാണണം, അതിന് മുൻഗണന നൽകണം. കൂടാതെ വളരെയധികം കാര്യങ്ങൾ ഒരു ഇൻറ്റീരിയർ ഡിസൈനർക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് ചെയ്യുവാനുണ്ടാവും. അത് ചെയ്യാൻ മതിയായ സമയമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് നഷ്ടത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കും. ഇവിടെയാണ് ടൈം മാനേജ്മെൻറ്റിൻ്റെയും സംഘടനാ മികവിൻ്റെയും പ്രാധാന്യം പരീക്ഷിക്കപ്പെടുന്നത്. 4. പുതിയ ട്രെൻഡുകൾ അവതരിപ്പിക്കൽ. ഇന്റീരിയർ ഡിസൈനർമാരുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് പുതിയ ട്രെൻഡുകൾ അവതരിപ്പിക്കുക എന്നതാണ്.
ഏറ്റവും ചെലവ് കുറഞ്ഞ ഉയർന്ന ഗുണനിലവാരമുള്ള പ്രോഡക്റ്റുകൾ കണ്ടെത്തണം. അതിന് സാധിക്കണമെങ്കിൽ ഒരു ഡിസൈനർ എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കണം. ലോകത്തിൻ്റെ ട്രെൻഡിനൊപ്പം നീങ്ങണം, ഇല്ലെങ്കിൽ പിന്തള്ളപ്പെടും. 5. ചിലവ് നിയന്ത്രിക്കൽ. ഇന്ത്യയിലെ ഡിസൈനർമാരുടെ മറ്റൊരു വെല്ലുവിളിയാണ് ബജറ്റുകൾ കൈകാര്യം ചെയ്യുക എന്നത്. ക്ലയൻറ്റ് ഇടയ്ക്കിടയ്ക്ക് മനസ്സ് മാറ്റുകയോ കൂട്ടിച്ചേർക്കൽ ആവശ്യപ്പെടുകയോ ചെയ്താൽ എല്ലാം താളം തെറ്റും. ടൈം മാനേജ്മെൻറ്റും മണി മാനേജ്മെൻറ്റും നിയന്ത്രണാതീതമാകും. അതിന് സൂക്ഷ്മത വളരെ അത്യാവശ്യമാണ്. ഇന്ത്യയിൽ നിർമ്മാണ സാമഗ്രികളുടെ വില ഓരോ ദിവസവും വർദ്ധിക്കുന്നത് ഇന്ത്യയിലെ ഡിസൈനർമാരുടെ ഭാവി തന്നെ തകർക്കുകയാണ് ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് ഓരോ ഡിസൈനർക്കും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. 6. ക്യാഷ് ഫ്ലോ ശ്രദ്ധിക്കൽ, ക്യാഷ് ഫ്ലോ സൂക്ഷിക്കൽ. ചെലവ് നിയന്ത്രിക്കുന്നതിനൊപ്പം ഇന്ത്യയിലെ ഡിസൈൻ സ്ഥാപനങ്ങൾ പലപ്പോഴും പണത്തിൻ്റെ വെല്ലുവിളികൾ നേരിടുന്നു. ഒരു ജോലി തുടങ്ങുന്നതിന് മുമ്പ് ഒരുപക്ഷെ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായി വന്നേക്കാം. മെറ്റീരിയലുകൾക്ക്, തൊഴിലാളികളുടെ താമസത്തിന്, അതുപോലെ മെറ്റീരിയലുകൾ എത്തിക്കുന്നതിന്, മറ്റ് പല മുന്നൊരുക്കങ്ങൾ തയ്യാറാക്കുന്നതിന്, ഇവയ്ക്കൊക്കെ പണം ആവശ്യമായി വന്നേക്കാം. പൊതുവെ അത് ഒരു തലവേദനയായി വരാറുണ്ട്. പ്രത്യേകിച്ച് ഫ്രീലാൻസായി ജോലി ചെയ്യുന്ന ആളുകൾക്കും ചെറിയ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കും പൊതുവെ ക്ലയൻറ്റുകൾ അഡ്വാൻസ് തുക കൊടുക്കാറില്ല. അത് ഇവരുടെ ക്യാഷ് ഫ്ലോയിനെ വല്ലാതെ ബാധിക്കും, ജോലിയെ തന്നെയും ബാധിക്കും. 7. ശരിയായ ആളുകളെ കണ്ടെത്തൽ. ഇന്ത്യയിലെ ഡിസൈൻ സ്ഥാപനങ്ങൾക്ക് സാധാരണയായി അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ശരിയായ മനോനിലയുള്ള മൂല്യബോധമുള്ള സ്കിൽഡ് വർക്കേഴ്സിനെ കണ്ടെത്തുക എന്നുള്ളത്. അതിലേറെ പ്രധാനമാണ് ഗുണനിലവാരമില്ലാത്ത, ഉത്തരവാദിത്വമില്ലാത്ത പാർട്ട്നേഴ്സ് ഉള്ളത്. മനസമാധാനത്തോടെ ജോലി ചെയ്യുവാൻ പറ്റാത്ത അവസ്ഥ ഈ രീതികളിൽ കണ്ടുവരാറുണ്ട്. 8. വിതരണ ശൃംഖലയുടെ പരാജയം. ആഗോളവൽക്കരണം മൂലം ഇൻറ്റീരിയർ മേഖല ഗ്ലോബൽ ഡിസൈനിങ് രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഗ്ലോബൽ നിലവാരത്തിലുള്ള മെറ്റീരിയൽസ് ഇവിടെ ലഭ്യമായിരിക്കുകയുമാണ്. എങ്കിലും COVID-19 എല്ലാം താറുമാറാക്കി. സമയത്ത് സാധനങ്ങൾ കിട്ടാതെ പ്രോജക്റ്റുകൾ നീണ്ടുപോവുകയും ധനവും സമയവും നഷ്ടമാകുകയും ചെയ്യും. അതുകൊണ്ട് മെറ്റീരിയൽസ് തിരഞ്ഞെടുക്കുമ്പോൾ ലഭ്യത ഉറപ്പുവരുത്തേണ്ടതുണ്ട്. 9. സുതാര്യതയുടെ അഭാവം. ഇന്ത്യയുടെ ഡിസൈൻ വ്യവസായം വികസിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിലും ഈ മേഖല പൂർണ്ണമായ രീതിയിൽ അസംഘടിതമാണ്. അതുകൊണ്ട് തന്നെ വില നിർണ്ണയവും വില ഏകീകരണവും റേറ്റ് ഏകീകരണവും ഒന്നും പൂർണ്ണമായ രീതിയിൽ നടപ്പിലാക്കുവാൻ സാധിച്ചിട്ടില്ല. ഇതോടൊപ്പം തന്നെ ക്ലയൻറ്റുകളിൽ നിന്നുള്ള വില താരതമ്യത്തിൻ്റെ സമ്മർദ്ദവും പ്രൊജക്റ്റുകളിലുടനീളം ഉണ്ടാവും. ഇത് പലപ്പോഴും പരസ്പര വിശ്വാസത്തെ ഇല്ലാതാക്കും, പ്രോജക്റ്റിൻ്റെ വിജയത്തെയും വ്യക്തിബന്ധങ്ങളെയും ബാധിക്കും. 10. സെൽഫ് പ്രൊമോഷനിലെ വെല്ലുവിളികൾ. ആവശ്യക്കാരിലേക്ക് തങ്ങളെ സ്വന്തം കമ്പനി എത്തിക്കുക എന്നത് ഇപ്പോൾ വളരെ പ്രധാനമാണ്. അത് വളരെ എളുപ്പവുമാണ്. എന്നാൽ അതേസമയം വലിയ വെല്ലുവിളി നിറഞ്ഞതുമാണ്. എളുപ്പം എന്നത് സോഷ്യൽ മീഡിയ ഏവർക്കും സാമീപ്യമാണ്, പ്രാപ്യമാണ് എന്നുള്ളതാണ്. വെല്ലുവിളി എന്നത് സകല ആളുകളും ഈ ഇൻറ്റീരിയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന സമാനമായ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് ആളുകൾ എന്നെ തേടി വരണം എൻ്റെ സ്ഥാപനത്തിലേക്ക് തേടി വരണം എന്നുള്ളത് പൊതുജനത്തെ ബോധ്യപ്പെടുത്തേണ്ടത് ആണ് നമ്മുടെ വെല്ലുവിളി. അതിന് നല്ലവണ്ണം കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. മേൽപ്പറഞ്ഞ 10 വെല്ലുവിളികൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ അതിജീവിക്കുവാൻ പറ്റിയാൽ ഏത് ഇൻറ്റീരിയർ ഡിസൈനർക്കും വിജയിക്കുവാൻ സാധിക്കും. അവർ ചെയ്യുന്ന പ്രോജക്റ്റുകൾ വിജയപ്രദമാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വിഷയമായി വരാം. ഞാൻ ഷാജി PD, കോഴിക്കോട്.